ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ 106 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് 107-ാമത്തെ സഹസ്രനാമങ്ങളെ പറയുന്ന ശ്ലോകങ്ങളിൽ ഒടുവിലത്തെ ശ്ലോകം, അതാണ് അടുത്തതായിട്ട്. ശംഖഭൃന്നന്ദകീ ചക്രീ ശാർഗധന്വാഗദാധരഃ രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധഃ. സർവപ്രഹരണായുധ ഓം നമ ഇതി. ശംഖഭൃന്നന്ദകീ ചക്രീ ശാർഗധന്വാ ഗദാധരഃ രഥാംഗപാണിരക്ഷോഭ്യഃ സർവപ്രഹരണായുധഃ. സർവപ്രഹരണായുധ ഓം നമ ഇതി. ഈ ശ്ലോകത്തില് ശംഖഭൃത്, നന്ദകീ, ചക്രീ, ശാർഗധന്വാ, ഗദാധരഃ, രഥാംഗപാണിഃ, അക്ഷോഭ്യഃ, സർവപ്രഹരണായുധഃ. ഇങ്ങനെ 8 പേരുകളാണ് ഉള്ളത്. സഹസ്രനാമ സമാപ്തിയെ കാണിക്കാൻ സർവപ്രഹരണായുധ എന്ന് വീണ്ടും ആവർത്തിച്ച് ഓം നമഃ എന്ന് ഓംകാരത്തെ ചൊല്ലി നമിക്കുന്നു. നമുക്ക് ഓരോന്നായിട്ട് ശ്രദ്ധിക്കാം. ശംഖം എന്നാൽ പ്രസിദ്ധമാണ്. ഭഗവാന്റെ കയ്യിൽ ശംഖം, ചക്രം, ഗദ, പത്മം എന്നിവയെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ശംഖത്തെ ധരിച്ചവനാരോ അവൻ ശംഖഭൃത്, ശംഖത്തെ ധരിച്ചവൻ. ശംഖം ശം എന്ന് പറയുമ്പോൾ സുഖമാണ്. ഖം എന്ന് പറയുമ്പോൾ ആകാശമാണ്. ആകാശം അനന്തതയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അനന്തമായ സുഖം അഥവാ ആനന്ദം, അതാണ് ശംഖം. ആണ് ശംഖത്തിന്റെ ധ്വനി പ്രണവധ്വനിയാണ്, ഓങ്കാരധ്വനിയാണ്. ശംഖനാദം ഓങ്കാരമാണ്. അത് ആനന്ദ പ്രസരണമാണ്. ആ ആനന്ദ പ്രസരണത്തെയാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്, ശംഖഭൃത് എന്ന്. അപ്പൊ 4 കൈകളോടുകൂടിയ വൈഷ്ണവ ഭാവത്തിൽ അഥവാ വൈഷ്ണവ രൂപത്തിൽ ഒന്ന് ശംഖത്തെ ധരിക്കുന്നു. ഭാഷ്യകാരൻ പറയുകയാണ്, പാഞ്ചജന്യാഖ്യം ഭൂതാദ്യ അഹങ്കാരാത്മകം ശംഖം ബിഭ്രത് ശംഖഭൃത്. പാഞ്ചജന്യമാകുന്ന ശംഖത്തെ ധരിച്ചവൻ. എന്താണ് ശംഖം ഇവിടെ?
പാഞ്ചജന്യമാണ്, അഞ്ചിനെയും ജനിപ്പിക്കുന്നതാണ്. അഞ്ചിനെയും ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ പഞ്ചഭൂതങ്ങളാലാണ് സമ്പൂർണ്ണ പ്രപഞ്ചവും ആവിർഭവിച്ചിട്ടുള്ളത്. സമ്പൂർണമായ പ്രപഞ്ചത്തിൻ്റെയും ആവിർഭാവം ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. അഞ്ചിനെയും ജനിപ്പിക്കുന്നത് വാസ്തവത്തിൽ പരമാത്മാവ് തന്നെയാണ്. എങ്കിലും നമ്മൾ വിശേഷമായി ഭൂതസൃഷ്ടിയെ പറയുമ്പോൾ താമസീ പ്രകൃതിയിൽ നിന്നെന്ന് പറയാം. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ, പരമാത്മാവിൻ്റെ, പരമേശ്വരൻ്റെ അനന്യയും അഭിന്നയുമായ ശക്തിയാണ് മായ. ആ മായയിൽ സത്വപ്രധാനയായത് മായ അഥവാ വിദ്യ, മലിനസത്വയായത് അവിദ്യ, പിന്നെ തമപ്രധാനമായത് പ്രകൃതി. ഇങ്ങനെ മൂന്നായി നമുക്ക് ആദ്യം തിരിക്കാം. ഇതിൽ തമപ്രധാനയായ പ്രകൃതിയിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളുടെയും ഉത്പത്തി. അപ്പോൾ അഞ്ചിനെയും ജനിപ്പിക്കുന്നത് വാസ്തവത്തിൽ താമസീ പ്രകൃതിയാണ്. ഈ താമസീ പ്രകൃതിയെ ധരിച്ചിരിക്കുന്നവൻ, ഭരിക്കുന്നവൻ ആരോ അവൻ പരമാത്മാ എന്നർത്ഥം. ഈ അർത്ഥത്തിലാണ് ശംഖത്തെ ധരിച്ചിരിക്കുന്നവൻ, പാഞ്ചജന്യത്തെ ധരിച്ചിരിക്കുന്നവൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയല്ലാതെ സാമാന്യമായിട്ട് ഇത്തരം സൂക്ഷ്മാർത്ഥത്തിലേക്ക് പോകാതെ തന്നെ നമുക്ക് ശംഖത്തെ ധരിച്ചവൻ എന്ന് പറയാം. അങ്ങനെ പറയുന്നതിനും ഒരു വിശേഷാർത്ഥമുണ്ട്. അത് നമുക്ക് അല്പം കൂടി കഴിഞ്ഞിട്ട് ചിന്തിക്കാം. ഏതായാലും ശംഖഭൃത്, ശംഖത്തെ ധരിച്ചവൻ. തുടർന്ന് നന്ദകീ എന്നാണ്. നന്ദകി എന്ന് പറയുമ്പോൾ നന്ദകം എന്ന വാള് പിടിച്ചവൻ. ഭഗവാന്റെ, വിഷ്ണുവിൻ്റെ വാളാണ് നന്ദകം. അപ്പൊ നന്ദകം എന്ന വാളിനെ ധരിച്ചവനാരോ അവൻ നന്ദകി. ഭാഷ്യകാരൻ പറയാണ്, വിദ്യാമയ നന്ദകാഖ്യ അസിരസ്യ ഇതി. വിദ്യാമയമായ നന്ദകമെന്ന് പേരുള്ള വാള് ആർക്കുണ്ടോ അവനാണ് നന്ദകി. അവിടെ വാളിനെ വിദ്യയുടെ പ്രഭയായിട്ടെടുത്തു. ശുദ്ധസത്വയായ മായയാണ് വിദ്യ. ഇപ്പൊ താമസീ പ്രകൃതിയെ ധരിച്ചിരിക്കുന്ന പോലെ തന്നെ വിദ്യയെയും ധരിച്ചവൻ ഭഗവാൻ തന്നെയാണ്. ആ വിദ്യയാണ്, പ്രഭാരൂപിണിയായ വിദ്യയാണ് ഭഗവാന്റെ വാള്. നന്ദകം എന്ന വാളിനെ ധരിച്ചവൻ. ഇനി ഈ ഒരു ചമൽക്കാരപൂർണമായ അർത്ഥം പറയാതെ സാമാന്യമായി വാള് ധരിച്ചവൻ എന്ന് പറയാം. കാരണം സ്ഥിതിപാലകനാണല്ലോ ഭഗവാൻ. സ്ഥിതിപാലകനായ ഭഗവാനെ സംബന്ധിച്ച് ആസുരിക ശക്തികളുടെ നിഗ്രഹത്തിനായിക്കൊണ്ട് സകല ആയുധ സമ്പന്നതയുമുണ്ട്. അതുകൊണ്ട് വാൾ ധരിച്ചവനാണ് ഭഗവാൻ. അതുകൊണ്ട് നന്ദകി. തുടർന്ന് ചക്രീ എന്നാണ്. ചക്രീ എന്നാൽ ചക്രത്തെ ധരിച്ചവൻ. ചക്രത്തെ ധരിച്ചവൻ. അപ്പൊ ചതുർബാഹുവായിരിക്കുന്ന വൈഷ്ണവ രൂപത്തിൽ ചക്രം പ്രസിദ്ധമാണ്. ചക്രം എന്നുള്ളത് ആയുധവിശേഷമാണ്. അതിൽ തന്നെ ആയുധവിശേഷങ്ങൾ തന്നെ ശസ്ത്രങ്ങളെന്നും അസ്ത്രങ്ങളെന്നും രണ്ടായി പിരിക്കപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ ശസ്ത്രങ്ങളും കൈവിട്ട് ഉപയോഗിക്കുന്നതൊക്കെ അസ്ത്രങ്ങളുമാണ്.
അപ്പോൾ കൈവിട്ടുപയോഗിക്കുന്ന അസ്ത്രങ്ങളിൽ ശ്രേഷ്ഠമാണ് ചക്രം എന്നുള്ളത്. അപ്പൊ അസ്ത്രത്തെ ധരിച്ചിരിക്കുന്നവൻ എന്ന് വരുന്നു. ഇനി നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുന്ന സമയത്ത് ഭഗവാന്റെ ചക്രം എന്നുള്ളത് സുദർശനമാണ്. സുദർശനം എന്ന് പറഞ്ഞാൽ ശരിയായ കാഴ്ചയാണ്, ജ്ഞാനമാണ്, പരമാത്മജ്ഞാനമാണ്. അപ്പൊ പരമജ്ഞാനമാകുന്ന ത്രികാലാതീതമായ ജ്ഞാനസ്വരൂപം ആകുന്ന ചക്രത്തെ ധരിച്ചവൻ, സുദർശനമാകുന്ന ചക്രത്തെ ധരിച്ചവൻ, ഇങ്ങനെ അർത്ഥം പറയാം. ഭാഷ്യകാരൻ പറയാണ്, മനസ്തത്വാത്മകം സുദർശനാഖ്യം ചക്രം അസ്യ അസ്തീതി. മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന, മനസ്സ് എന്ന തത്വത്തെ കാണിക്കുന്ന സുദർശനം എന്ന് പേരുള്ള ചക്രം ആർക്കുണ്ടോ അവൻ ചക്രീ. അവിടെ മനസ്സിന്റെ പ്രതീകമായി, മനസ്സിന്റെ സ്ഥാനത്തിൽ ചക്രത്തെ പറഞ്ഞു. അഥവാ സംസാരചക്രം അസ്യ ആജ്ഞയ പരിവർത്തത ഇതി വാ ചക്രീ. മറ്റൊരർത്ഥം ഭാഷ്യകാരൻ പറയുകയാണ്, ഈ സംസാരചക്രം മുഴുവൻ ആർക്കധീനമാണോ, ആരുടെ ആജ്ഞയ്ക്കനുസരിച്ചാണോ കറങ്ങുന്നത്, അവനാണ് ചക്രീ. ഈ സംസാരമാകുന്ന ചക്രത്തെ കറക്കുന്നവൻ എന്നർത്ഥം. തുടർന്ന് ശാർംഗധന്വാ, ശാർംഗധന്വാ, ധന്വാ എന്ന് പറഞ്ഞാൽ ധനുസ് എന്തിയവൻ. ഭഗവാന്റെ ധനുസിന്റെ പേര് ശാർംഗം എന്ന് പ്രസിദ്ധമാണ്. അപ്പൊ ശാർംഗം എന്ന ധനുസ്, വില്ല് ഏന്തിയവൻ, സദാസമയവും ജഗത് രക്ഷണത്തിനായിക്കൊണ്ട് ശാർംഗം എന്ന വില്ല് ധരിച്ചിരിക്കുന്നവൻ, ശാർംഗധന്വാ. ഭാഷ്യകാരൻ പറയുകയാണ്, ഇന്ദ്രിയാദ്യ അഹങ്കാരാത്മകം ശാർംഗം നാമ ധനുഹു അസ്യ അസ്തീതി ശാർംഗധന്വാ. ഇന്ദ്രിയങ്ങൾ തുടങ്ങി അഹങ്കാരം വരെയുള്ള സകലത്തിൻ്റെയും സൂചകമാണ് ശാർംഗം. അങ്ങനെയുള്ള ധനുസിനെ ധരിച്ചിരിക്കുന്നവൻ. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവയെല്ലാം ചേർന്നതായ ധനുസിനെ ധരിച്ചിരിക്കുന്നവനാരോ അവനാണ് ശാർംഗധന്വാ എന്ന്. തുടർന്ന് ഗദാധരഃ, ഗദാധരഃ, ഗദയെ ധരിച്ചിരിക്കുന്നവൻ. നേരത്തെ ചക്രത്തെ ധരിച്ചിരിക്കുന്നവെന്ന് പറഞ്ഞു, അവിടെ ചക്രം അസ്ത്രമാണെന്ന് പറഞ്ഞു. എങ്കിൽ ഗദ ശസ്ത്രമാണ്. ഗദ കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധമാണ്. ഗദ എറിയാം, അത് വേറെ വിഷയം. അത് എറിയുമ്പോൾ അത് അസ്ത്രമാകും, കയ്യിൽ പിടിച്ച് ഉപയോഗിക്കുമ്പോൾ അത് ശസ്ത്രമാകും. അപ്പൊ ഗദയെ ധരിച്ചിരിക്കുന്നവൻ എന്നർത്ഥം. ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ്, ബുദ്ധി തത്വാത്മികാം കൗമോദകീം നാമ ഗദാം വഹൻ ഗദാധരഃ. ബുദ്ധി തത്വമാകുന്ന, ബുദ്ധിയാകുന്ന കൗമോദകിയെ, ഗദയെ ധരിച്ചിരിക്കുന്നവനാരോ, മഹാവിഷ്ണുവിന്റെ ഗദയുടെ പേര് കൗമോദകി എന്ന് പ്രസിദ്ധമാണ്. അപ്പോൾ അത് ബുദ്ധിയുടെ തത്വമാണ്. അങ്ങനെയുള്ള കൗമോദകി ഭൂമിയിൽ സർവത്തെയും ആനന്ദിപ്പിക്കുന്ന, അതാണല്ലോ കൗമോദകി എന്ന് പറഞ്ഞാൽ. ഭൂമിയാണ്. അപ്പൊ ഭൂമിയിൽ സകലത്തെയും ആനന്ദിപ്പിക്കുന്നതാണ് കൗമോദകി. അപ്പൊ കൗമോദകിയാകുന്ന ഗദയെ ധരിച്ചിരിക്കുന്നവൻ, ബുദ്ധിയെ ധരിച്ചിരിക്കുന്നവൻ എന്നർത്ഥം. അതാണ് ഗദാധരഃ. തുടർന്ന് രഥാംഗപാണിഹി, രഥാംഗപാണിഹി, രഥാംഗത്തെ പാണിയിൽ ധരിച്ചവൻ. ഇത് ആവർത്തനമാണ്. ചക്രീ എന്നുള്ളതിൻ്റെ ആവർത്തനമാണിത്. ചക്രി എന്ന് തന്നെ അർത്ഥം. രഥാംഗം ചക്രമാണ്. രഥത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്നവ രണ്ട് ചക്രങ്ങൾ. ആ ചക്രത്തെ കയ്യിൽ ധരിച്ചിരിക്കുന്നവനാരോ അവൻ രഥാംഗപാണിഹി. ഇവിടെ ഭഗവാന്റെ വൈഷ്ണവമായിരിക്കുന്ന രൂപത്തിൽ വിവിധങ്ങളായ ആയുധങ്ങളെ ധരിച്ച ഭാവം പറഞ്ഞു.
ഒപ്പത്തിനൊപ്പം ശംഖത്തെ ധരിച്ചിരിക്കുന്നവനെന്നും പറഞ്ഞു. മറ്റ് സ്ഥാനങ്ങളിൽ പത്മത്തെ ധരിച്ചിരിക്കുന്നവൻ എന്ന നാമം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ശ്ലോകത്തിൽ അത് വന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ താത്പര്യം, 4 കൈകളോടൊത്ത വൈഷ്ണവ രൂപത്തിൽ ഉഗ്രങ്ങളായ ധനുർവേദ പ്രസിദ്ധങ്ങളായ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ധരിച്ചിരിക്കുന്നു. അതുകൂടാതെ പരമമായ ശാന്തിയുടെ, പരമമായ ആനന്ദത്തിൻ്റെ പത്മവും അതുപോലെ ശംഖവും ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് ശാന്തിയുടെയും മറ്റൊരു ഭാഗത്ത് ശക്തിയുടെയും, ആയുധബലത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ബ്രഹ്മ തേജസ്സിൻ്റെയും ക്ഷാത്രവീര്യത്തിൻ്റെയും ഒരു സമന്വയം നമുക്കിവിടെ കാണാം. ആ സമന്വയമാണ് ഭഗവാന്റെ 4 കൈകൾ ലോകത്തിന് നൽകുന്ന പാഠം. ഈ സമന്വയത്തോടു കൂടിയവരായി വ്യക്തിയും കുടുംബവും സമാജവും രാഷ്ട്രവും എല്ലാം ഉയരണം എന്നുള്ള മഹാസന്ദേശമാണ് സ്ഥിതിപാലകനായ ഭഗവാൻ തൻ്റെ 4 കൈകളിലൂടെ നമുക്ക് നൽകുന്നത്. ഏതായാലും അവയെ സ്മരിച്ചുകൊണ്ടാണ് ഇവിടെ ശംഖമൃത്, ചക്രീ, ഗദാധര എന്നീ നാമങ്ങളൊക്കെ തന്നെ വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ സർവായുധഭൂഷിതനായ ഭഗവാൻ അക്ഷോഭ്യനാണ്. ആരാലും ക്ഷോഭിപ്പിക്കത്തക്കവനല്ല. എപ്പോഴും തൻ്റെ ശാന്തഭാവത്തിൽ, തൻ്റെ ആത്മസ്വരൂപത്തിൽ സ്വരൂപതയാ നിലകൊള്ളുന്നവനാണ്. ഒരിക്കലും സത്വരജസ് തമോ ഗുണങ്ങളുടേതായ ക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാവുന്നില്ല. അഥവാ ഒരാസുരിക ശക്തിക്കും ക്ഷോഭിക്കത്തക്ക സ്വഭാവമല്ല ഭഗവാന്റേത്. ഒരാസുരിക ശക്തിക്കും തന്നെ ഭഗവാനെ ക്ഷോഭിപ്പിക്കാൻ സാധ്യമല്ല. ആ പ്രശാന്തമായ സ്വരൂപത്തിൽ നിലകൊള്ളുന്നു എന്നർത്ഥം. അക്ഷോഭ്യ. ഇവിടെ ഭാഷ്യകാരൻ പറയാണ്, അതയേവ അശക്യക്ഷോഭണ ഇതി. അശക്യക്ഷോഭണ, ആരെ ക്ഷോഭിപ്പിക്കാൻ സാധ്യമല്ലയോ അവനാണ് അക്ഷോഭ്യ എന്ന്. തുടർന്ന് സർവപ്രഹരണായുധ എന്നാണ്. സർവത്തെയും പ്രഹരിക്കാനുള്ള ആയുധങ്ങളാക്കുന്നവൻ എന്ന് വെച്ചാൽ അർത്ഥം, ഈ ശ്ലോകത്തിൽ തന്നെ ഗദാധരൻ എന്ന് പറഞ്ഞു, ചക്രി എന്ന് പറഞ്ഞു, ശാർംഗധന്വ എന്ന് പറഞ്ഞു. അപ്പൊ വാള്, ചക്രം, ഗദ തുടങ്ങിയവ എന്തിയവനാണെന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, ഇത്ര മാത്രമേ ഭഗവാൻ ആയുധമുള്ളൂ എന്ന് വിചാരിക്കരുത്. മറിച്ച് സകലത്തിനെയും ആയുധമാക്കാൻ കെൽപ്പുള്ളവനാണ് ഭഗവാൻ എന്നർത്ഥം. അത് വിവിധ അവതാരങ്ങളിൽ തൻ്റെ ദംഷ്ട്രത്തെ ആയുധമാക്കിയവൻ വരാഹം, അഥവാ തൻ്റെ നഖങ്ങളെ ആയുധമാക്കിയവൻ നരസിംഹം, അതുപോലെ വാളിനെ ആയുധമാക്കുന്ന ശ്രീരാമൻ തുടങ്ങിയ ഭാവങ്ങൾ, അമ്പിനെ ആയുധമാക്കുന്ന ശ്രീകൃഷ്ണൻ തുടങ്ങിയ ഭാവങ്ങൾ. ഇനി ഭഗവത് ഭാവം കൂടുതലായി പ്രകാശിതമായി വിളങ്ങുന്ന പല പല ഭാവങ്ങൾ, കലപ്പയേന്തിയ, ഇങ്ങനെ അനേക സന്ദർഭങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് കേവലം ചക്രവും ഗദയും വാളും മാത്രമല്ല, നഖം പോലും ആയുധമാക്കുന്നവൻ, അതാണ് സർവപ്രഹരണായുധ എന്നർത്ഥം. ഭാഷ്യകാരൻ പറയുകയാണ്, കേവലം ഏതാവന്തി ആയുധാനി അസ്യൈതി ന നിപത്യതേ.
നിയമ്യതേ. ഇത്രയേ ഉള്ളൂ ഭഗവാന്റെ ആയുധം എന്ന് നിയമിക്കപ്പെടുന്നില്ല. അപ്പൊ ഇതു പിന്നെയോ സർവാണ്യേവ പ്രഹരണാനി ആയുധാനി അസ്യ ഇതി. സർവപ്രഹരണങ്ങളും അവൻ ആയുധങ്ങളാണ്. ആയുധത്വേന അപ്രസിദ്ധാന്യപി. ആയുധമെന്ന് പ്രസിദ്ധമല്ലാത്തവയും ഭഗവാന്റെ കയ്യിൽ ആയുധമായി മാറും. ഉദാഹരണം പറയാണ്, കരജാദീനി അസ്യ ആയുധാനി ഭവന്തി. നഖം തുടങ്ങിയവയും അവിടുത്തെ ആയുധമായി തീരും. അത് നരസിംഹാവതാരത്തിലാണ് പ്രസിദ്ധമായത്. അന്തേ സർവപ്രഹരണായുധ ഇതി വചനം സത്യസങ്കല്പത്വേന സർവേശ്വരത്വം ദർശയിതും. ഭാഷ്യകാരൻ പറയുകയാണ്, ഈ സർവപ്രഹരണായുധ എന്ന നാമത്തിൽ എന്തുകൊണ്ട് വിഷ്ണു സഹസ്രനാമം അവസാനിക്കുന്നു എന്നാണെങ്കിൽ, സത്യസങ്കല്പത്വം, എന്തിനേയും തൻ്റെ ആയുധമാക്കാൻ കെൽപ്പുള്ളവൻ എന്ന ഭാവത്തിലൂടെ, എന്തിനേയും തൻ്റെ ആയുധമാക്കാൻ കെൽപ്പുള്ളവൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സത്യസങ്കല്പത്വം അവിടെ എടുത്ത് കാണിക്കപ്പെടുന്നു. ചിന്തിക്കുന്ന മാത്രയിൽ ഒന്നിനെ അതാക്കി തീർക്കുന്നവൻ. ഈ ഒരു നാമത്തോടു കൂടി അവസാനിക്കുന്നു എന്ന് പറയുകയാണ്. ദുർവചനം സമാപ്തിം ദ്യോതയതി. ഇവിടെ ആവർത്തിക്കുന്നത് സമാപ്തിയെ കാണിക്കുന്നു. സഹസ്രനാമം സമാപ്തമായി എന്ന് കാണിക്കാൻ ആവർത്തിക്കുന്നു. പിന്നെ ഓം നമഃ എന്ന് അന്തത്തിൽ ഓംകാരം ഏറ്റവും മംഗളവാചിയായതുകൊണ്ടും പരമാത്മസൂചകമായതുകൊണ്ടും വ്യസ്തമായും സമസ്തമായും, അതായത് അകാര ഉകാര മകാരങ്ങളെ കൊണ്ട് വ്യസ്തമായും ഓംകാരം എന്ന സമസ്തമായും പരമാത്മതത്വത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ടും, പിന്നെ ആദിയിലും അന്തത്തിലും ഉച്ചരിക്കുന്നത് ഏറ്റവും മംഗളമായി മാനിക്കപ്പെടുന്നത് കൊണ്ടും ഓം എന്ന ശബ്ദത്തോടു കൂടി സമാപിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്രയും നാമങ്ങളെ പറഞ്ഞ് ഈ നാമങ്ങളുടെ മുഴുവൻ ഉദ്ദേശ്യം എന്താണ്? ഈ നാമങ്ങൾ മുഴുവൻ ഭഗവാനെ നമസ്കരിക്കാനുള്ളവയാണ്. അപ്പൊ ഈ നാമങ്ങൾ 1000ത്തിലൂടെയും ഏകനായ ഭഗവാനെ നമസ്കരിക്കുന്നു എന്നുള്ള ഭാവത്തെ കാണിക്കാൻ വേണ്ടി നമഃ എന്നും പറഞ്ഞു. അങ്ങനെ ആദിയിലും അന്തത്തിലും ഈശ്വര നമസ്കാരം ചെയ്യുക എന്നുള്ള ശിഷ്ടാചാരത്തെ എടുത്ത് കാണിച്ചുകൊണ്ട് നമസ്കാര വചനം ചൊല്ലി സഹസ്രനാമത്തെ ഉപസംഹരിക്കുക ചെയ്യുന്നത്. ഇങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് ഇതിൻ്റെ ഉപസംഹാര ശ്ലോകങ്ങളാണ്. അവ നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.